Fidha Fathima A. GHS Mannancheri സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുന്ന എക്സ്പെരിമെന്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ട സാധനങ്ങൾ വാട്ടർ വേണം, പിന്നെ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ കല്ലുകളാണ്, പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം, പിന്നെ ഒരു ബലൂൺ വേണം, പിന്നെ ഇത് ഡ്രെയിൻ ക്ലീനർ ആണ്. ഇത് വാഷ് ബേസിന്റെ കുഴലൊക്കെ കഴുകണയാണ്. ഇത് സോപ്പ് പൊടി കടയിലൊക്കെ കിട്ടുന്നതാണ്. ഇത് 25 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗ്ലൗസ് ധരിക്കണം, കാരണം സോഡിയം ഹൈഡ്രോക്സൈഡ് കെമിക്കൽ ആഡ് ചെയ്തെന്ന് കാരണം നമ്മുടെ കൈ പൊള്ളുന്നതാണ്. പിന്നെ പ്രത്യേകമായി പറയുന്നത്, നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കരുത്, ഗ്ലാസ് ബോട്ടിൽ എടുക്കാവുന്നത്. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യം നമ്മൾ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ കല്ലുകൾ ഗ്ലാസ് കുപ്പിയിലെ അകത്തോട്ട് ഇട്ട് കളിക്കേണ്ടതാണ്. അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ കല്ലുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത്രയും ഭാഗം വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഫനലിന്റെ മാതൃക പോലെ പേപ്പർ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബലൂൺ അതിന്റെ അടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്രെയിൻ ക്ലീനർ ഇതിനകത്തോടെ ഇട്ട് കൊടുക്കാം. 20 ഗ്രാമോളം നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ 20 ഗ്രാമോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബലൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രെയിൻ ക്ലീനറിലെ സോഡിയം ഹൈഡ്രോക്സൈഡും അലൂമിനിയം ഫോയിലെ അലൂമിനിയവുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രജനും സോഡിയം അലൂമിനേറ്റും ഫോം ചെയ്യുന്നു. സോഡിയം അലൂമിനേറ്റ് ബോട്ടിലിന്റെ താഴെ വരികയും ഹൈഡ്രജൻ ഗ്യാസ് ബലൂണിൽ വന്ന് നിറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ബലൂൺ ഇങ്ങനെ വലുതായിട്ടുണ്ട്. നമുക്ക് കെട്ടാം. ബലൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നോക്കാം. നല്ല ഉയർത്തി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ബലൂണിനെ ഇറക്കാം. കുറെ ഉയരം പോയിട്ടുണ്ട്. നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഇത്ര ഉയരത്തിൽ പോയായിരുന്നു. അന്തരീക്ഷവായുവിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് ഹൈഡ്രജൻ ബലൂണിന്റെ അകത്തിരിക്കുന്ന ഹൈഡ്രജന്. അതുകൊണ്ടാണ് ഇത് ഉയർന്നു പോകുന്നത്.